ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. നേട്ടത്തിൽ വ്യാപാരം തുടർന്ന ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 127 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 22,250 മുകളിൽ. ഉറച്ച പിന്തുണയുമായി ടെക് മീഡിയ ഓഹരികൾ. ഓയിൽ ആൻഡ് ഗ്യാസ് ഓഹരികളിൽ നഷ്ടം. ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ വിപണി മൂല്യം 2 ലക്ഷം കോടിയിലെത്തി. ഓഹരി വിലയിൽ 35% വർധന. റിലയൻസ് ഇൻഡസ്ട്രീസ് റെക്കോർഡ് ഉയരത്തിൽ. ഉത്തർപ്രദേശിന് ഉത്തേജക പദ്ധതികളുമായി പ്രധാനമന്ത്രി. 13,000 കോടി രൂപയിലധികം വരുന്ന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റോഡ്, ടെക്സ്റ്റൈൽ, ആരോഗ്യം എന്നിവയ്ക്ക് പരിഗണന. വോഡാഫോൺ ഐഡിയ ബോർഡ് യോഗം ഈ മാസം 27 ചേരും. ധനസമാഹരണ നിർദ്ദേശങ്ങൾ ചർച്ചയാകും. വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെന്ന് കമ്പനി വക്താവ്. ഇന്ത്യയിൽ നിന്ന് 4 രാജ്യങ്ങളിലേക്ക് സവാള കയറ്റുമതിക്ക് അനുമതി നൽകി കേന്ദ്രം. 54,760 ടൺ സവാള കയറ്റുമതി ചെയ്യും. ബംഗ്ലാദേശ്, മൗറീഷ്യസ്, ബഹ്റൈൻ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതി ലഭിച്ചത് മാർച്ച് 31 വരെ. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. ഇന്ത്യൻ ബെഞ്ച്മാർക്ക് സൂചികൾ ഇന്ന് ഉയർന്ന നിലയിൽ വ്യാപാരം തുറന്നതിന് ശേഷം ഉച്ചയോടുകൂടി ഒരു ഫ്ലാറ്റ് നോട്ടിലെത്തിയിരിക്കുകയാണ്. ടെക് ഓഹരികളുടെയൊക്കെ ഒരു പിൻബലത്തിൽ നിലവിൽ നേരിയ തോതിൽ ഉയർന്നാണ് ഓഹരി വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. IT, ഫാർമ, റിയൽറ്റി മേഖലകളിൽ നേട്ടമുണ്ടായപ്പോൾ ഇന്ന് വിപണിയിൽ വീഴുന്നത് പൊതുമേഖലാ ബാങ്ക് സൂചികളാണ്. ഏകദേശം 1% നഷ്ടമാണ് ഇന്ന് പൊതുമേഖലാ ബാങ്ക് ഓഹരികളിലുണ്ടായത്. നമുക്ക് സൂചികളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയിൽ ഇന്ന് വ്യാപാരം നടക്കുന്നത് ഒരു സമ്മിശ്ര പ്രതികരണത്തിലാണ്. നിഫ്റ്റി ബാങ്കിൽ ഒരു നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റിയുടെ ബാക്കി സൂചികളിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് സിഗ്നൽ ഉണ്ട്. നിഫ്റ്റി 50യിൽ 15 പോയിന്റ് ഉണർവിൽ 22,233 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഏറ്റവും ഹയസ്റ്റ് ആയി പോയ പോയിന്റ് 22,297 വരെ എത്തിയിരുന്നു. ഇന്ന് ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് 22,200 വരെ എത്തിയിരുന്നു. ഏകദേശം ഒരു സമ്മിശ്ര പ്രതികരണങ്ങൾ, എന്നാൽ തന്നെയും ഒരു വാങ്ങലിന്റെയും അതുപോലെ തന്നെ ഒരു ബുള്ളിഷ് പ്രവണതയും വിപണിയിലുണ്ടെന്ന് തന്നെ പറയാം. ഇനി നിഫ്റ്റി ബാങ്കിലേക്ക് പോവുകയാണെങ്കിൽ 66 പോയിന്റ് ഇടിവിൽ 46,853 പോയിന്റിലാണ് നിലവിൽ നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പബ്ലിക് ബാങ്ക് ഓഹരികളിലുണ്ടായ ഒരു വിൽപ്പന സമ്മർദ്ദം നിഫ്റ്റി ബാങ്കിൽ നമുക്ക് പ്രകടമായി കാണാനായി സാധിക്കും. ഇനി നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലേക്ക് വരികയാണെങ്കിൽ 19 പോയിന്റ് നേട്ടത്തിൽ 20,685 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിൽ നിലവിൽ വ്യാപാരം നടക്കുന്നത് നേട്ടത്തിലാണ്. 97 പോയിന്റ് ഉണർവിൽ 73,255 പോയിന്റിലാണ് സെൻസെക്സിലും വ്യാപാരം നടക്കുന്നത്. ഏതായാലും ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ബുള്ളിഷ് പ്രവണത വിപണിയിലുണ്ട്. എന്തായാലും ആഭ്യന്തര നിക്ഷേപകരുടെ ഒരു ഉറച്ച പിന്തുണ ഉണ്ടാകുമെന്നെല്ലാം വരും മണിക്കൂറിൽ അറിയേണ്ടിയിരിക്കുന്നു. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. മാർക്കറ്റിൽ ഒരു സമ്മിശ്ര പ്രതികരണമുണ്ട്, ഒപ്പം തന്നെ ഒരു ഉറച്ച പിന്തുണയുമുണ്ട് ഒരു ടെക് ഓഹരികളുടെയൊക്കെ. എന്താണ് മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ്? ഒപ്പം തന്നെ പുതുതായി ഓഹരി വിപണിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യ. ഇന്ന് നമ്മൾ മാർക്കറ്റിന് ഞാൻ കാലത്ത് പറഞ്ഞ പോലെ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു 100 പോയിന്റിനുള്ളിൽ 22,000-നും 22,200-നും 22,300-നും ഇടയിലുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഒരുപാട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മാർക്കറ്റ് കടക്കുന്നതായിട്ട് തോന്നുന്നു ഇന്നത്തെ ദിവസം. പുതിയ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ റിട്ടേൺ ലഭിക്കുന്നതും ഇക്വിറ്റിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. പക്ഷേ സെലക്ട് ചെയ്യുന്ന കമ്പനികൾ ആണ് ഏറ്റവും പ്രധാനം. കമ്പനികൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല പ്രൊമോട്ടേഴ്സിൻ്റെ നല്ല ഫ്യൂച്ചറുള്ള കമ്പനികൾ നോക്കി സെലക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ലോങ് ടേമിലേക്ക് നല്ല റിട്ടേൺ ഈ സമയത്തും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കും. ഇന്നിപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ ജിയോ ഫിനാൻസ് നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അവരുടെ സ്റ്റോക്ക് ബ്രോക്കിംഗ് ിലേക്ക് കൂടെ കടക്കുന്നു എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഐഡിയ ഇന്ന് ഏകദേശം 12% ഉയർന്നിട്ടുണ്ട്. കുമാർ മംഗല ബിർളയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അവരൊരു ഇൻവെസ്റ്ററെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇതെല്ലാമായിരിക്കും ഈ ഷെയറുകളിലെ ഇന്ന് മുന്നേറ്റത്തിനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ. നന്ദി ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. എന്തായാലും വിപണികളിൽ ഉയർച്ച താഴ്ചകളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ബുള്ളിഷ് ട്രെൻഡിൽ ഇന്ന് വ്യാപാരം അവസാനിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വിപണി വാർത്തകളുമായി മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിൽ കാണാം. ഇനി ഗുഡ് ആഫ്റ്റർനൂണുമായി TK റീജിത്ത് തുടരും.